എത്രയും പ്രിയപ്പെട്ട സഖാക്കളെ, ഇന്ന് ജനുവരി മാസം 10-ാം തീയതി SFIയുടെ പ്രിയപ്പെട്ട ധീരനായിട്ടുള്ള സഖാവ് ധീരജ് രാജേന്ദ്രന്റെ രക്തസാക്ഷി ദിനമാണ്. 4 വർഷങ്ങൾക്കിപ്പുറം ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ പുറത്തുനിന്നും എത്തിയിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും KSUവിന്റെ പ്രവർത്തകരും ഉൾപ്പെടെ കടാര കൊണ്ട് ഇടനെഞ്ചിലേക്ക് കത്തികുത്തി കയറ്റി സഖാവിനെ കൊലപ്പെടുത്തുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് തളിപ്പറമ്പിൽ നിന്നും പഠിക്കുവാൻ വേണ്ടിയിട്ട് കടന്നുപോയിട്ടുള്ള, നന്നായി പഠിക്കുന്ന, ക്യാമ്പസിനകത്തെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെയൊക്കെയും പാട്ടുകാരനായിട്ടുള്ള സഖാവ് ധീരജിനെ പുറത്തുനിന്ന് എത്തിയിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രവർത്തകർ കുത്തിക്കൊലപ്പെടുത്തുമ്പോൾ തിരികെ നാടിനകത്ത് നമ്മളൊക്കെയും കടന്നു പോകുമ്പോൾ ഇന്നും ആ വീടിനകത്ത് അച്ഛനും അമ്മയും അനുജനും കണ്ണീർ തോരാതെ നമുക്കൊന്നും തിരിച്ചൊന്നും ആശ്വസിപ്പിക്കുവാൻ പോലും പറ്റാത്ത വിധത്തിൽ ഏറ്റവും വേദന തിന്നുകൊണ്ട് ജീവിക്കുന്നത് നമ്മൾക്കിപ്പോഴും ആ വീടിനകത്ത്, അദ്വൈതം എന്ന് പറയുന്ന വീടിനകത്തേക്ക് കടന്നുപോയാൽ നമുക്കൊക്കെയും കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും. 4 വർഷങ്ങൾക്കിപ്പുറം ജനുവരി മാസം 10-ാം തീയതി ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും സഖാവ് ധീരജ് രാജേന്ദ്രന്റെ മൃതശരീരം അദ്വൈതം എന്ന തളിപ്പറമ്പിലെ വീടിനകത്തേക്ക് കടന്നു വരുന്ന വഴിയിലുടനീളം നമ്മളൊക്കെയും കണ്ടിട്ടുള്ളതാണ്. നമ്മളൊക്കെയും ആ വഴികളിലൊക്കെയും ഏറ്റവും അവസാനമായി സഖാവ് ധീരജ് രാജേന്ദ്രന് വേണ്ടിയിട്ട് മുഷ്ടി ചുരുട്ടി തൊണ്ടമാർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചിട്ടുള്ളവരാണ് നമ്മൾ. ഇടുക്കി കഴിഞ്ഞ് തലശ്ശേരിയും കോഴിക്കോടൊക്കെ കഴിഞ്ഞ് കണ്ണൂരും വളപട്ടണവും പാപ്പിനിശ്ശേരിയും ഒക്കെ കടന്നു വരുന്ന വഴി എത്രയോ മനുഷ്യർ സഖാവിന് വേണ്ടിയിട്ട് ഏറ്റവും ഒടുവിലായി മുദ്രാവാക്യം വിളിക്കുന്നതിന് വേണ്ടി കടന്നു വന്നു. ധീരജിന്റെ വീടിനകത്ത് അനുജനും അമ്മയും അച്ഛനും ഉൾപ്പെടെയുള്ളവർ ഇന്നും ധീരജ് എന്ന് പറയുന്ന അവരുടെ മകൻ മരിച്ചുപോയെന്ന് വിശ്വസിക്കുവാൻ പോലും പറ്റാത്ത വിധത്തിൽ ഇന്നും ആ വീടിനകത്ത് ജീവിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. നമ്മളൊക്കെയും മുദ്രാവാക്യങ്ങൾ വിളിക്കുമ്പോൾ, SFIയുടെയും മറ്റ് ഏത് പരിപാടികൾക്കിടയിലും മുദ്രാവാക്യം വിളിക്കുമ്പോൾ രക്തസാക്ഷി മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ഞങ്ങളിലൊഴുകും ചോരയിലൂടെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കാറുണ്ട്. അങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ ഇന്നും ധീരജിന്റെ അമ്മയും അച്ഛനും അനുജനും ഉൾപ്പെടെ നമ്മളുടെ സമ്മേളന വേദികളിലേക്ക്, അനുസ്മരണ പരിപാടികളിലേക്കൊക്കെ കടന്നു വരുന്ന ഘട്ടത്തിൽ പറയാറുണ്ട്, എൻ്റെ മകൻ മരിച്ചു പോയാലും, എൻ്റെ മകൻ മരണപ്പെട്ടാലും, KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ കൊന്നുകളഞ്ഞാലും ഇന്ന് ഞങ്ങൾക്ക് ചുറ്റും തണലായിട്ട്, ഞങ്ങൾക്ക് ആശ്വാസമായി എത്രയോ മക്കൾ നമ്മൾക്ക് ചുറ്റുമുണ്ട്. അവർ SFIയുടെ പ്രവർത്തകരാണ്. അവർ നമ്മുടെ കൺമുന്നിലൂടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കടന്നു പോകുന്ന വിദ്യാർത്ഥികൾ ഞങ്ങളുടെ ധീരജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ നിഖിൽ പൈലി ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ക്രിമിനലുകൾ കുത്തിക്കൊലപ്പെടുത്തിയപ്പോഴും, ഏറ്റവും മാരകമായ ഒരു മനുഷ്യനെ യാതൊരു വിധത്തിലുള്ള കുറ്റബോധവുമില്ലാതെ കൊലപ്പെടുത്തുവാൻ വേണ്ടി കോൺഗ്രസ് തയ്യാറാവുമ്പോഴും ഈ നാടിനകത്ത് നമ്മളൊക്കെയും മാധ്യമങ്ങൾക്കിടയിൽ സുധാകരനെ പോലെയുള്ളവർ പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഇപ്പോഴും നമ്മളൊക്കെയും ഓർത്തെടുക്കുകയാണ്. കടാര കൊണ്ടൊരു മനുഷ്യനെ ഏറ്റവും ഒരു കുറ്റബോധവും കൂടാതെ കൊലപ്പെടുത്തുമ്പോഴും പിന്നീട് ഇരന്ന് വാങ്ങിയിട്ടുള്ള ഒരു മരണമാണെന്ന് ഉൾപ്പെടെ പറഞ്ഞു പോകുവാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഇന്നും സാധിക്കുന്നുണ്ട്. ആ നിലയിൽ ധീരജിന്റെ കൊലയാളികളെ ഉൾപ്പെടെ കോൺഗ്രസിന്റെ ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് കയറ്റി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങളും അത്തരത്തിലുള്ള നിലപാടുകളുമായിട്ടാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വലിയ തോതിൽ വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ ഇന്ന് കാവ്യവൽക്കരിക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിലേക്ക് അനുദിനം വലിയ പ്രതിസന്ധികളൊക്കെയും കടന്നു വരുമ്പോൾ ധീരജ് പോലെയുള്ള നമ്മളുടെ 35 രക്തസാക്ഷികൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മുദ്രാവാക്യങ്ങൾ നമുക്ക് കൂടുതൽ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ട്, അത് കൂടുതൽ ഉച്ചത്തിൽ വിളിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് സാധിക്കണം. അനുദിനം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ മേഖല വലിയ രീതിയിൽ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ മേഖലയിലേക്കും RSSന്റെ കടന്നുകയറ്റത്തിന്റെ ഭാഗമായി ഈ നിലയിൽ വിദ്യാഭ്യാസ മേഖലയെ എങ്ങനെയെല്ലാം കാവ്യവൽക്കരിക്കാം,
ചരിത്രത്തെ ഉൾപ്പെടെ വളച്ചൊടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വളരെ വലിയ രീതിയിൽ അപകടത്തിലേക്ക് നമ്മുടെ നാടുൾപ്പെടെ കടന്നു പോകാൻ വേണ്ടി പോകുമ്പോൾ ധീരജ് ഉൾപ്പെടെയുള്ള രക്തസാക്ഷികൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ അവകാശ പോരാട്ടത്തിന്റെ വേണ്ടി നിലകൊണ്ടിട്ടുണ്ടായിരുന്ന രക്തസാക്ഷികൾ ഉൾപ്പെടെയുള്ളവർ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങൾ ഇനിയുമേറെ വിളിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുവാൻ വേണ്ടിയിട്ട് ഈ നാടിനകത്ത് നമുക്ക് ഇനിയും സാധിക്കണം. സഖാവ് ധീരജ് രാജേന്ദ്രന്റെ വീടിനകത്തേക്ക് നമ്മൾക്കൊക്കെയും കടന്നു പോവുകയാണെങ്കിൽ വീടിന് വലതുവശത്തായിട്ട് സഖാവിന്റെ രക്തസാക്ഷി സ്തൂപം നമുക്ക് കാണുവാൻ വേണ്ടി പറ്റും. ആ വീടിനകത്ത് അദ്വൈതം എന്ന് പറയുന്ന ആ വീടിനകത്തേക്ക് കയറി ചെന്നാൽ ആ വീടിനകത്തെ ഭിത്തിയിൽ ഉൾപ്പെടെ സഖാവ് ചെറിയ പ്രായം മുതൽ നന്നായി പാട്ടുപാടുന്ന, നന്നായി പഠിക്കുവാൻ വേണ്ടി സാധിക്കുന്ന, എല്ലാ മേഖലയിലും തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള സഖാവ് പല മത്സരങ്ങളിലും കോളേജിൽ നിന്നും ഒക്കെ വാങ്ങിയിട്ടുള്ള സമ്മാനങ്ങൾ ഇങ്ങനെ അടുക്കി പൊറുക്കി വെച്ചിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. സഖാവിന്റെ മുറിയിലേക്ക് കടന്നു പോയാൽ ധീരജിന്റെ അച്ഛൻ ഇങ്ങനെ ആ മുറിക്കകത്ത് സഖാവിന്റെ ഓരോ ഫോട്ടോയും കിടക്കയിലും ചുമരിലുമായിട്ട് തൂക്കി വെച്ചതൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ആ നിലയിൽ നന്നായി ഈ നാടിനകത്ത് നല്ല നിലയിൽ ഈ നാടിനെ മെച്ചപ്പെടുത്തിയെടുക്കേണ്ട നമ്മളുടെ ഭാഗമായി ഇന്നും ജീവിച്ചിരിക്കുന്നതാണെങ്കിൽ നന്നായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്കിടയിൽ അവരുടെ അവകാശങ്ങൾ ലംഘിക്കുന്ന ഘട്ടത്തിൽ മുന്നോട്ട് പോയിട്ട് മുദ്രാവാക്യം വിളിച്ച് സമരമുഖങ്ങളിൽ പ്രക്ഷോഭങ്ങളിലൊക്കെ അതിൻ്റെ മുൻനിര പോരാളിയായി ഉണ്ടാകേണ്ടിയിരുന്ന ഒരു സഖാവിനെയാണ് SFI ആയിരിക്കുന്നു, അല്ലെങ്കിൽ താൻ ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ SFI പ്രവർത്തകനാണ് എന്നതിൻ്റെ ഒറ്റ കാരണത്തിൽ ഒറ്റ കുത്തിന് കൊലപ്പെടുത്തുന്നത്. KSUവിൻ്റെയും ABVPയുടെയും യൂത്ത് കോൺഗ്രസിൻ്റെയും MSFൻ്റെയും ഒക്കെ പ്രവർത്തകർ ഇങ്ങനെ SFIയുടെ പ്രവർത്തകരെ ക്യാമ്പസിനകത്ത് നല്ല സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള, അവനവന് വേണ്ടിയിട്ടല്ലെങ്കിൽ കൂടി നമ്മളൊക്കെ പറയുന്നത് പോലെ എങ്ങു മനുഷ്യന് ചങ്ങല കൈകളിൽ അന്നൻ കൈകൾ നൊന്തിയിടുന്നു, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതൻ്റെ പുറത്താകുന്നു എന്ന് ഈ നാടിനകത്ത് എവിടെയും മനുഷ്യർ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, വിദ്യാർത്ഥികൾക്ക് അവരുടെ അവകാശങ്ങൾ ലംഘിക്കുന്നുണ്ടെങ്കിൽ സമരമുഖങ്ങളിലേക്ക് ഇറങ്ങുവാൻ വേണ്ടി ഒരു മടിയുമില്ലാതെ തൊട്ടടുത്തിരിക്കുന്നവന്റെ പ്രയാസങ്ങൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ട്, തൊട്ടടുത്തിരിക്കുന്നവന്റെ ഇല്ലായ്മകളോട് ഐക്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ള 35 മനുഷ്യരെ നമുക്ക് നമ്മളുടെ സമരവീഥികളിൽ നമ്മളുടെ ഈ വർഷങ്ങളിൽ നമുക്ക് നഷ്ടമാവുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മനുഷ്യരെ നഷ്ടമാക്കി കളഞ്ഞാൽ, അല്ലെങ്കിൽ SFIയുടെ പ്രവർത്തകരെ കൊലപ്പെടുത്തുകയാണെങ്കിൽ SFIയെ ക്യാമ്പസിനകത്തു നിന്നും ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുൾപ്പെടെ കരുതിയതിൻ്റെ അജണ്ടയുടെ ഭാഗമായിട്ട് ഇങ്ങനെ ഓരോ മനുഷ്യരെയും കൊലപ്പെടുത്തുമ്പോഴും ഇന്നും ക്യാമ്പസുകൾക്കകത്ത് SFI ആണ് ഭൂരിപക്ഷമായി വിജയിക്കുന്ന വിദ്യാർത്ഥി സംഘടന എന്ന് പറയുന്നത്. സർവകലാശാലകളിൽ, സർവകലാശാലാ കേന്ദ്രങ്ങളിൽ, അങ്ങനെ പല ക്യാമ്പസുകളിലും സ്കൂളിലും കോളേജിലുമെല്ലാം തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ വിദ്യാർത്ഥികൾ ഇങ്ങനെ SFIയെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന വാർത്തകളൊക്കെയും നിങ്ങളൊക്കെയും കാണുന്ന സ്ഥിതിയടക്കം ഉണ്ടായിട്ടുണ്ട്. എന്തിന് വിദ്യാർത്ഥികൾക്ക് സംഘടനാ പ്രവർത്തനം? എന്തിന് വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളിക്കണം? സമരമുഖങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ എന്തിന് കടന്നു വരണമെന്ന വലിയ തോതിലുള്ള ചർച്ചകൾ നമ്മുടെ നാടിനകത്ത് പലരും കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ, സ്കൂളിനകത്തെ വിദ്യാർത്ഥികൾക്ക് എന്തിന് സംഘടനാ പ്രവർത്തനം, അല്ലെങ്കിൽ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കേണ്ടത് എന്തിന് എന്ന നിലയിലേക്കുള്ള ചർച്ചകൾ, അരാഷ്ട്രീയത ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട്, അരാഷ്ട്രീയത നമ്മളുടെ ക്യാമ്പസിനകത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ നാടിനകത്ത് വലിയ പോരാട്ടങ്ങൾ, വലിയ വലിയ സമരങ്ങൾ ഈ നാടിനകത്ത് RSSനെതിരെ, BJPക്കെതിരെ, ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിനെതിരായി ക്യാമ്പസിനകത്തും സർവകലാശാല ആസ്ഥാനങ്ങളിലും ഇങ്ങനെ RSSന്റെ വർഗീയ അജണ്ട കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പലരും ശ്രമിക്കുമ്പോഴും അതിനെതിരായി ഈ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ധീരജിൻ്റെയും സഖാവ് അഭിമന്യുവിൻ്റെയും അഷറഫിൻ്റെയും സെയ്താലിയുടെയും ഒക്കെ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടുള്ള SFI ആണ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. എത്രയോ സമരങ്ങൾക്ക് ഈ സംഘടന രൂപീകരിച്ചതിൻ്റെ നാൾ മുതൽ വലിയ സമരങ്ങളും പോരാട്ടങ്ങളും ഒക്കെ ഏറ്റെടുത്തു പോകുവാൻ വേണ്ടി നമുക്ക്
SFIക്ക് 35 ധീരരായിട്ടുള്ള രക്തസാക്ഷികളെ കുറിച്ച് നമ്മളൊക്കെയും ദൈനംദിനം ഇങ്ങനെ ഓർത്തെടുക്കുമ്പോൾ കൂടെ പഠിച്ചിരുന്ന, സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി തോളോട് തോൾ ചേർന്നുണ്ടായിരുന്ന, യൂണിയൻ പ്രവർത്തനങ്ങളിൽ ഉറക്കമൊഴിച്ചിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്ന, പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ മറച്ചുകൊണ്ട് ഈ സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്ന 35 സഖാക്കളെയാണ് SFIക്ക് ഈ കാലഘട്ടത്തിൽ ഇത്രയും വർഷങ്ങൾക്കിടയിൽ നഷ്ടമായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സ്വന്തം ജീവൻ പോലും ത്യജിച്ചുകൊണ്ട് റാഗിങ്ങിനെതിരായി, വിദ്യാർത്ഥികളുടെ യാത്രാവകാശ ലംഘനത്തിനെതിരായിട്ട് ഉൾപ്പെടെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ ജീവൻ നഷ്ടമായിട്ടുള്ള സഖാക്കൾ സെയ്താലിയെ കുറിച്ചും KC രാജേഷിനെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ വിദ്യാർത്ഥികൾക്കിടയിലും ഇന്നും ഓർത്തെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. രക്തസാക്ഷികൾ നൽകിയിട്ടുള്ള ഊർജമാണ് നമുക്കൊക്കെയും മുന്നോട്ടേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട്, പോരാടുന്നതിന് വേണ്ടി, മുദ്രാവാക്യം വിളിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നും സാധിച്ചു കൊണ്ടേയിരിക്കുന്നത്. അതിങ്ങനെ തലമുറ കൈമാറി നമ്മളൊക്കെയും പറയുന്നത് പോലെ കെടാതെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. രക്തസാക്ഷികളാണ് നമ്മൾക്ക് നമ്മളുടെ ഊർജവും ജീവനും ജീവശ്വാസവും എന്ന് പറയുന്നത് രക്തസാക്ഷികളാണ്. രക്തസാക്ഷികളാണ് ഈ സംഘടനയുടെ കരുത്ത് എന്ന് പറയുന്നത്. രക്തസാക്ഷികളുടെ മാതാപിതാക്കളാണ് ഈ സംഘടനയ്ക്ക് ഊർജവും ജീവനും ഞങ്ങളുടെ ജീവശ്വാസവും ഒക്കെ എന്ന് പറയുന്നത്. രക്തസാക്ഷികൾക്ക്, ധീരജിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഒരുപിടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്യുന്നു.